സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഗാന്ധിസത്തെക്കുറിച്ചിട്ടുള്ള പ്രസക്തിയെക്കുറിച്ചിട്ടാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷ വാർത്തയാണ്. അതായത് ചൈനയിലെ ഗാൻഡോങ്ങിലെ ഒരു അന്താരാഷ്ട്ര പ്രസിദ്ധമായ ഇൻഡസ്ട്രിയൽ ഫെയർ അല്ലെങ്കിൽ വ്യവസായ പ്രദർശനം കാണാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഈ 16-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് സിലോൺ വഴി 17-ാം തീയതി രാവിലെ കാൻറ്റണിൽ എത്തും. അതിനുശേഷം 25-ാം തീയതി വരെ ആ ഇൻഡസ്ട്രിയൽ ഫെയറിലെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് അത് കൊണ്ടുപോകുന്നത് ഉമർ അബ്ദുസലാം എന്ന മലപ്പുറത്തു നിന്നുള്ള ഈഡ് ആക്ടിൻ്റെ പരിചയസമ്പന്നനായ ഒരു ബിസിനസ് പ്രൊമോഷൻ ഏജൻസിയാണ്. അപ്പോൾ അതുവഴി നമ്മൾ അവിടെ എത്തുമ്പോൾ ഈ അവരുടെ അഭൂതപൂർവമായ വ്യാവസായിക കുതിച്ചുചാട്ടം കാണാൻ അവസരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് പരമാവധി ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷം 25 മുതൽ 3-ാം തീയതി വരെ ഞാൻ എൻ്റെ സ്വപ്ന പദ്ധതിയായ അവിടെ കുട്ടികളെ, അതായത് പ്രാഥമിക വിദ്യാലയങ്ങളുടെ ഗണിതശാസ്ത്ര പഠനം നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും അതിൽ പങ്കാളിയാവാനും വേണ്ടി ഏതെങ്കിലും ഒരു സ്കൂളിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു സാധാരണ LP സ്കൂളിൽ. കാരണം അവിടെ കണക്ക് പഠിപ്പിക്കണില്ല. കണക്ക് സ്വയം പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനവും ഒരു മാനസികവും ഭൗതികവുമായ ഒരു സ്ഥിതിയും കണ്ടീഷനും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നും അതാണ് വേണ്ടതെന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു വിനോദ ഗണിത കേന്ദ്രം തിരൂർക്കാട് തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളതായ 4 ഗണിത ശാസ്ത്ര പുസ്തകങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ചുറ്റുപാടുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികൾക്കും ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ 4 LP സ്കൂളുകളിലെ 1-ാം ക്ലാസ്സിൻ്റെ മുമ്പുള്ള നഴ്സറി ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഗണിതം കളിയിലൂടെ എങ്ങനെ പഠിപ്പിക്കാം എന്ന ഒരു ആശയം നമ്മൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇതുകൊണ്ടുണ്ടായ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യഥാർത്ഥത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലത്ത് നടക്കേണ്ട കാര്യം എന്താണ്, അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാനും പരിഹരിക്കാനും നേരിടാനും ശാസ്ത്രീയമായി നേരിടാനും അവനെ പരിശീലിപ്പിക്കുക, പ്രാപ്തനാക്കുക, ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ നമ്മൾ ഒരു കാര്യം കുട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ആവും. പിന്നെ അവരുടെ ഈ ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ? എൻ്റെ അഭിപ്രായത്തിൽ ഐക്യമൊക്കെ വളരെ കൂടുതലാവും. സാധാരണ നമ്മളെ രീതി എന്ന് പറയുന്നത് കണക്ക് പഠിക്കുന്ന രീതി ഡിസ്ക്രിപ്ഷൻ മെത്തേഡാണ്. എന്താണ് ഡിസ്ക്രിപ്ഷൻ മെത്തേഡ്? അതായത് വിവരണ രീതി എന്ന് പറയാം. ഒരു കാര്യങ്ങൾ
വിശദീകരിച്ച് കൊടുത്ത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. ഇപ്പോൾ ആവറേജ് എന്നുള്ളതിന് നമ്മൾ ആകെ സ്കോർ എത്ര ഉണ്ടോ അതൊന്നായിട്ട് കൂട്ടി ആകെ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഹരിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികളത് ചെയ്യും. നേരെ മറിച്ച് ചൈനയിൽ അങ്ങനെയല്ല. ചൈനയിൽ ചെയ്യുന്നത് എന്തെങ്കിലും അവിടെ തന്നെയുള്ള കുട്ടികളുടെ ഒരു അത്യാവശ്യം ഒരു ഡിസ്ട്രിബ്യൂഷനുള്ള അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്ന എന്തെങ്കിലും, ഉദാഹരണമായിട്ട് രക്ഷിതാക്കളുടെ വരുമാനം അല്ലെങ്കിൽ കുട്ടികളുടെ തൂക്കം അല്ലെങ്കിൽ പിന്നെ നീളം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നെടുത്തിട്ട് അതിൽ നിന്ന് ആ ഗ്രൂപ്പിന് ഒന്നായിട്ട് ഒറ്റ സ്കോർ കൊണ്ട് എങ്ങനെ ഇതിനെ എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, ഒറ്റ സ്കോർ ഏതായിരിക്കും, എങ്ങനെ പറയാം എന്ന് ആദ്യം ചോദിക്കും. കുട്ടികൾക്ക് ആ പ്രശ്നം കൊടുക്കുന്നു. ആ കുട്ടികളെ ഗ്രൂപ്പാക്കി നിർത്തിയിട്ട് ഓരോ ഗ്രൂപ്പും ആലോചിച്ച് അവർ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ രീതി കണ്ടെത്തും. അപ്പോൾ നമുക്കറിയാം ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 3 തരത്തിലുള്ള ആവറേജ് ഉണ്ട്. മീന്, മീഡിയം, മോഡ്. ആ 3 രീതിയിലുള്ളതും ഒരു ശരിയാണ്. മാത്രമല്ല ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ദോഷങ്ങളുമുണ്ട്. നിങ്ങൾക്കറിയാലോ അത്. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിച്ചിട്ട് ആ 3 തരത്തിലാണ് കുട്ടികൾ കണ്ടെത്തിയത്. ഒരു വിരോധമല്ല. അതിനെ രണ്ടാമത് ഒന്നിച്ചിരുന്നിട്ട് ആ കുട്ടികൾ തമ്മിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ആ ഓരോന്നിൻ്റെയും ഗുണഗണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ അത് വളരെ നല്ലതായിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ശരാശരി എന്ന ഈ ഒരു കണ്ടന്റ് പോലും യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് സാമ്പത്തിക ഘടനയിൽ ഈ ശരാശരി എന്നതും യഥാർത്ഥത്തിൽ ഇന്നത്തെ രീതിയിലുള്ള അസന്തുലിതാവസ്ഥയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പോലും മനസ്സിലാക്കാനും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനും വരെ ഈ ശരാശരി കൊണ്ട് കഴിയും എന്നാണ് എനിക്ക് പറയുന്നത്. അതായത് ശരാശരി പോലും സോഷ്യലിസ്റ്റ് ആശയം കുഞ്ഞുങ്ങളിൽ അങ്കുരിപ്പിക്കാൻ വിത്തായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുട്ടികളെ ഓരോരുത്തരും ഇപ്പോൾ ഒരാൾ ആവറേജ് സാധാരണ ആവറേജ് കണ്ടു, ഒരാൾ മീൻ കണ്ടു, മീനായിട്ട് അതായത് ആകെയുള്ള സ്കോറുകൾ കൂട്ടി അതിനെ ആകെയുള്ള എണ്ണം കൊണ്ട് ഹരിച്ചു, അപ്പോൾ ഒന്ന് കിട്ടി. മറ്റൊരാൾ കുട്ടികളെ ഒന്നായിട്ട് ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ നിർത്തിയിട്ട് നടുവിലുള്ള ആളെ സ്കോർ എടുത്തു, മിഡിൽ സ്കോർ, മീഡിയം എന്ന് പറയും. പിന്നെ വേറെ ആൾക്കാർ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്കോർ ഏത് ഇതിനാണ് കിട്ടിയിരിക്കുന്നത്, അതായത് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയിരിക്കുന്ന അതിനാണ് മോഡ് എന്ന് പറയും. അതായത് സഞ്ചിത ആവൃത്തി കൂടുതലുള്ളത് അത് ഏതാണെന്ന് നോക്കി അതാണ് ആവറേജ്. ഇത് മൂന്നിനും മൂന്നിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എടുത്തു നോക്കുക. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇപ്പോൾ ആവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ മോശമല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ നമ്മളെ 1% കയ്യിലാണ് 50%-ലധികം സമ്പത്തും എന്നുള്ളത് കൊണ്ട് തന്നെ അത് പിന്നെ മറ്റ് രീതികളിൽ അതായത് മീഡിയനും മോഡും നോക്കുമ്പോൾ വളരെ വളരെ വ്യത്യാസം ഉണ്ടാകും. മോഡാണെങ്കിൽ ആ യഥാർത്ഥത്തിൽ അവസാനത്തെ ഏറ്റവും ഒന്നുമില്ലാത്ത 1%-ൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ ഉത്തരം വരിക. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഈ യഥാർത്ഥത്തിൽ ഒരു ശരാശരി എന്നുള്ളത് തന്നെ ശരിക്കും സന്തുലിതമായ ശരാശരികളും അത് ആവറേജും മീനും മീഡിയവും മോഡും ഒരേപോലെ അല്ലെങ്കിൽ ഏകദേശം ഒരേ സ്കോറായി വരുന്നതാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും മറ്റുള്ളതൊക്കെ പിന്നീടോ അല്ലെങ്കിൽ അപ്പോഴും ഡിസ്കസ് ചെയ്യാൻ കുട്ടികൾക്കുള്ള ഒരു അവസരം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അവർക്കറിയാത്ത ഒരു കാര്യം എങ്ങനെ നേരിടണമെന്നും അതിൻ്റെ യഥാർത്ഥമായ സൊല്യൂഷൻ എങ്ങനെ അവർക്ക് കണ്ടെത്താമെന്നും ഉള്ള ഒരു പരിശീലനമാണ്. ഇതോടുകൂടി ഉണ്ടാകുന്ന എന്താ വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് ശേഷം യഥാർത്ഥ പൗരന്മാരായതിനു ശേഷം അവരവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ മുമ്പിൽ കാണുന്ന ഏത് പ്രശ്നത്തെയും സധൈര്യം ആത്മവിശ്വാസത്തോടു കൂടി നേരിടാനും അതിനൊരു പരിഹാരം കാണാനും അവർ പരിശീലിച്ചിട്ടുണ്ട് എന്നുള്ളതും കൊണ്ട് തന്നെ അവർക്കത് കൂടുതൽ എളുപ്പമാവും. മാത്രമല്ല ആത്മവിശ്വാസം നമുക്ക് വേറെ ഒരു രീതിയിലും കൊടുക്കാൻ പറ്റാത്ത ആത്മവിശ്വാസം അവർക്ക് സ്വയം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ടുണ്ടായ മെച്ചം നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ആവറേജ് IQ ഓഫ് നാഷൻസ് എടുത്തു നോക്കുക. ഏകദേശം നമ്മുടേതും, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യയും ചൈനയും. മറ്റുള്ള ഒരു രാജ്യത്തിനും അതിൻ്റെ തൊട്ടടുത്ത് എത്താൻ പോലും കഴിയില്ല. കാരണം നമ്മൾ 140 കോടിയിലധികം ഉണ്ട്. നേരെ മറിച്ച് തൊട്ടടുത്ത് ഉള്ളത് 33 കോടിയായിട്ടുള്ള അമേരിക്കയാണ്. അപ്പോൾ അവരുടെ ഏകദേശം 4 ഇരട്ടിയെങ്കിലും നമ്മളുണ്ട് എന്നർത്ഥം ഈ ഹ്യൂമൻ ബ്രെയിനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തിൻ്റെയും യഥാർത്ഥ വികാസം എന്നത് അവരുടെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ മാനുഷിക മസ്തിഷ്കത്തിൻ്റെ മൂലധനത്തിലാണ് അത് നിലനിൽക്കുന്നതെന്നർത്ഥം. അത് വളരുന്നതും അതിനൊക്കെയുള്ള അങ്ങനെ നോക്കുകയാണെങ്കിൽ 1990 89-90 ഇന്ത്യയുടെയും ചൈനയുടെയും ആവറേജ് IQ ഏകദേശം തുല്യമായിരുന്നു. അതായത് 80-82 അടുത്തായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യക്കാരെക്കാളും കുറവായിരുന്നു ചൈന. പക്ഷേ അവരുടെ പുതിയ വിദ്യാഭ്യാസ രീതി മറ്റൊക്കെ കാരണം, പ്രത്യേകിച്ച് കണക്ക് തന്നെ, ഗണിത പഠനത്തോടു കൂടി തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താ വെച്ചാൽ അതിഭീകരമായ ബൂസ്റ്റിംഗാണ് അവരുടെ ആവറേജ് IQ ഉണ്ടായത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി, നിങ്ങളെ ഗൂഗിളിൽ എടുത്തിട്ട് ആവറേജ് IQ ഓഫ് നാഷൻസ് എടുത്ത് നോക്കുക. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് ഈ ഏഷ്യയിലെ പല രാജ്യങ്ങളും എത്തിയിരിക്കുന്നു. അതിലേറ്റവും മുന്നിലുള്ള ഒരു രാജ്യം ചൈനയാണ്. അതായത് അവർ 105 അടുത്താണ്. നേരെ മറിച്ച് നമ്മളത് 82 താഴേക്ക് പോയി. ഇപ്പോൾ 76 77 ആയി. കുറഞ്ഞു വരിക. നമ്മളത് കുറയുകയും അവരുടേത് കൂടുകയും ചെയ്യും. അതിനുള്ള പ്രധാന കാരണം നമ്മളെ വിദ്യാലയങ്ങളിലൊക്കെ ഇപ്പോഴും പ്രജാവിദ്യാഭ്യാസമാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പൗരവിദ്യാഭ്യാസം എന്നത് നമുക്ക് അറിയുന്നില്ല, നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. പൗരനാണ് നമ്മളെ മക്കളെന്നും അവർ വളർന്നു വലുതായാൽ പൗരനാണ്, അതായത് ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കേണ്ട, അതിന് അംഗീകാരവും ഉത്തരവാദിത്വവും അവകാശമുള്ള ഒരു പൗരനാണ് വാർത്തെടുക്കേണ്ടത് എന്നുള്ളതിന്, അതായത് പൗരവിദ്യാഭ്യാസം എന്നത് നമുക്ക് ഇപ്പോഴും നമ്മുടെ സ്വപ്നത്തിൽ പോലും ആയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ തന്നെ യഥാർത്ഥത്തിൽ വേണ്ടത് കുഞ്ഞുങ്ങൾ അവരുടെ കഴിവനുസരിച്ച് അവരുടെ കഴിവ് ഉപയോഗിച്ചിട്ട് അവർ പരമാവധി അവരുടെ ആത്മവിശ്വാസവും അവർക്ക് ചെയ്യാൻ എന്ത് കഴിയും എന്നുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ പരിശീലനമാണ് വേണ്ടത്. അതായത് പൗരവിദ്യാഭ്യാസം എന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പായിട്ടില്ല. അതായത് ഇപ്പോഴും ഒരു ഡീകോളനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഡീകോളനൈസേഷൻ ഓഫ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഏറ്റവും നല്ല ഒരു
മാതൃക എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ ശത്രുരാജ്യം തന്നെ ആയിക്കോട്ടെ, അവരുടെ ഈ ഒരു രീതിയാണ് അവരെ ലോകത്തിലെ ഇന്ന് കണ്ടുപിടുത്തങ്ങളുടെ ഏറ്റവും ഉന്നത ശൃംഖങ്ങളിൽ എത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഈ പാറ്റൻറ്റ് രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചവരുടെ എണ്ണം നോക്കിക്കോളൂ. ഇന്ന് അവർ 50% കൂടുതലാണ്. പണ്ട് നമ്മളെ കൂടെ വളരെ കുറഞ്ഞ 1-2% ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ അവർ ലോകത്ത് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഉള്ളതിനേക്കാളും കൂടുതൽ പാറ്റൻറ്റ് രജിസ്ട്രേഷൻ, പാറ്റൻറ്റ് അവാർഡിങ്ങും അവർക്കാണ് കൂടുതൽ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാവാനുള്ള കാരണം ഈ ഗണിതശാസ്ത്ര പഠനത്തിലുള്ള മൗലികമായ മാറ്റമാണ്, ദാർശനികമായ മാറ്റമാണ്, ഒരു പാരഡിഗം ഷിഫ്റ്റാണ്. അതായത് അവിടെ സ്വയം കുട്ടികൾ കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കണ്ടെത്താനും പരിഹരിക്കാനും നിർദ്ധാരണം ചെയ്യാനും അവർ പഠിക്കുന്നത്. നമ്മളെപ്പോലെ കാണാതെ പഠിച്ചിട്ട് പരീക്ഷ എഴുതുകയല്ല. അതാണ് ഒന്ന്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചൈനയിൽ അവർ മരുഭൂമികളൊക്കെ, അവർക്ക് 28% മരുഭൂമിയാണ്. അവർക്ക് ആകെ കൃഷിഭൂമി ആകെ 7%-8% അടുത്തേ ഉള്ളൂ. നേരെ മറിച്ച് ലോകത്തിൽ കൃഷിഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ 18%. അപ്പം നേരെ മറിച്ച് അതേ ഏകദേശം അത്ര തന്നെ ജനസംഖ്യയുള്ള അവർക്ക് ഉള്ളത്, അതായത് ഇന്ത്യയുടെ മെച്ചം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല ശരിയായ രീതിയിലാണെങ്കിൽ. ഈ ജപ്പാനെ പോലുള്ള ബ്രിട്ടീഷുകാരെ പോലെ ഒരു അധിനിവേശ സർക്കാരിൻ്റെ കീഴിലാവുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പട്ടിണി കിടക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾക്ക് പട്ടിണി തന്നതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അത്രത്തോളം കൃഷിഭൂമിയും അത്രത്തോളം നദികളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്, ഒരു അനുഗ്രഹീത പ്രദേശമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അനുഗ്രഹീത പ്രദേശമാണ് ഇന്ത്യ എന്ന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും അടുത്തതായിട്ട് എനിക്ക് വോളണ്ടിയറായിട്ട് 2 ദിവസമെങ്കിലും അവിടെ ഈ ഡെസർട്ടിഫിക്കേഷൻ, ഡെസേർട്ടിനെ കാടുകളും കൃഷിഭൂമിയും തോട്ടങ്ങളും ആക്കുന്ന ഒരു രീതി അവിടെ വളരെ വിജയപ്രദമായി നടക്കുന്നുണ്ട്. അതിന് ഒരു വോളണ്ടിയറായിട്ട്, ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് 2 ദിവസം പ്രവർത്തിക്കണം. അതൊരു എൻ്റെ അഭിപ്രായത്തിൽ ആധുനിക ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന, മനുഷ്യൻ ഇന്നേ വരെ ചെയ്ത കൃഷി തുടങ്ങിയ അന്ന് മുതൽ മനുഷ്യൻ കാട് ഉണ്ടാക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. അതുവഴി നമുക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നു. അത് നേരെ തിരിച്ചാവും. കാടിനെ നമ്മൾ അങ്ങോട്ട്, മരുഭൂമിയെ നമ്മൾ അങ്ങോട്ട് ആക്രമിച്ച് അല്ലെങ്കിൽ അതിനെ കീഴടക്കി അത് കൃഷിഭൂമിയാക്കി മാറ്റുക, കാടാക്കി മാറ്റുക. അവിടെ പെയ്യുന്ന സൂര്യപ്രകാശം മുഴുവൻ ഭൂമിക്ക് സമ്പത്താക്കുക. ഊർജ കുടികളായുള്ള കാർബോഹൈഡ്രേറ്റുകൾ, പച്ചിലകൾ സ്വീകരിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളാക്കുക എന്നുള്ള ഒരു മഹത്തായ പരിപാടി ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിലെ എല്ലാ മരുഭൂമികൾക്കും അല്ലെങ്കിൽ കൃഷിഭൂമികൾക്കും അല്ലെങ്കിൽ ഭൂമിയുടെ തൊലിപ്പുറം മുഴുവൻ ആ നിയമമനുസരിച്ച് സൂര്യപ്രകാശം സ്വീകരിക്കുന്ന, അതിനെ സ്വീകരിച്ച് ഊർജം സംഭരിക്കുന്ന ബാറ്ററികളായ പച്ചിലകളെ കൊണ്ട് നിറയുന്നതിനുള്ള ഒരു എളിയ സംരംഭമാണ്, തുടക്കമാണ് ഈ പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ, അടുത്ത നൂറ്റാണ്ടുകളിലെങ്കിലും ഈ ലോകത്ത് മരുഭൂമികൾ എന്നത് ഇല്ലാതാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിനുള്ള ഒരു നല്ല മാതൃകയാണ് ഇന്ന് അവരുടെ മരുഭൂമിയെ മലർവാടികളാക്കിക്കൊണ്ടിരിക്കുന്ന ഡെസർട്ടിഫിക്കേഷൻ പദ്ധതി എന്നും അതിന് നമ്മളെ ഈ വയസ്സായി അസുഖം അല്ലെങ്കിൽ ആരോഗ്യം
പോരാത്ത അവസ്ഥയിലാണ് എങ്കിൽ പോലും 1-2 ദിവസമെങ്കിലും എൻ്റെതായ അങ്ങനെ ഉണ്ടല്ലോ, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് ഒരു മരമെങ്കിലും അവിടെ നട്ടുപിടിപ്പിക്കണമെന്ന് നടണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ ദിവസവും പരമാവധി അവിടുന്ന് കഴിയുകയാണെങ്കിൽ, കഴിയുമെന്ന് എനിക്കറിയില്ല, കാരണം ഈ സിമ്മിനൊക്കെ അവിടെ വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും അതിനുള്ള ശ്രമം നടത്തുന്നതാണ് ഈ ചൈനയുടെ അഭൂതപൂർവമായ വ്യാവസായികമായതും അതേപോലെ തന്നെ ബൗദ്ധികമായതും അതേപോലെ തന്നെ മരുഭൂമികളെ മലർവാടികളാക്കിക്കൊണ്ടിരിക്കുന്ന, അതായത് ഭൂമിക്ക് ഒരു ജൈവ പുതപ്പ് നിർമ്മിച്ചു കൊടുക്കുന്ന വളരെ ചരിത്രപരമായ ഒരു കാര്യവും നിങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ആവണമെന്ന് വിചാരിക്കുന്നു. 16-ാം തീയതി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊളംബോ വഴി ഗാൻജോയിലെത്തും. അവിടുന്ന് 3-ാം തീയതി ആയിരിക്കും തിരിച്ചു വരിക എന്നൊന്ന് വിചാരിക്കുന്നത്. അത് വിജയപ്രദമായി നടക്കട്ടെ എന്നും അതിന് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.